വളയൊന്നും ഇട്ടില്ലേ ഒരു പെണ്ണ്? വള എന്തുവാ, വള ഇട്ട് പന്തലിന്ന് കണ്ടപ്പോ കൊള്ളാന്ന് തോന്നി. വീട്ടിൽ വന്ന് ഇങ്ങനെ ഊരിപ്പും ഉണ്ട്, അതിന്റെ ഇടവിനെല്ലാം സോപ്പ്. എവളൊക്കെ പഴയ വളയെടുത്ത് എവളൊക്കെ കഴുകി കൊണ്ടുവന്ന് എനിക്ക് ഇട്ട് തന്നതാ. എന്തായാലും കൊള്ളാം. എന്നാലും കമലാക്ഷി, നിന്റെ മോനെ കറുകറാന്നിരിക്കുന്ന മോനെ, കൊരങ്ങം പോലെ ഇരിക്കുന്ന മോനെ, വെളുവിളാന്നിരിക്കുന്ന ഒരു പെണ്ണിനെ കിട്ടിയല്ലോ. കറുകറാന്നിരിക്കുന്ന നിനക്ക് നിന്റെ കെട്ടിയതിന് നല്ല വെളുവിളാന്നിരിക്കുന്ന ചെറുക്കനെ കിട്ടി. എങ്ങനാടി എങ്ങനാടി കിട്ടിയത്? അതെങ്ങനാടി കിട്ടിയത്? യോ, എന്നെ അവിടെ വിളിക്കുന്നു, ഞാൻ പോട്ടെ. എന്റെ ചക്കര, ഷോ, ഞാൻ അങ്ങോട്ട് പോട്ടെ. അമ്മ എന്ത് പറയും? കേട ഇവിടെ അങ്ങോട്ട്. അമ്മ എന്ത് വിചാരിക്കും ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ? ഓ, അമ്മ ഒറ്റയ്ക്ക് എല്ലാം ചെയ്തോളൂ. പിന്നെ എന്താ അമ്മ ഇതൊക്കെ കണക്ക് കൂട്ടി വെച്ചേക്കുന്നുണ്ടാവും പണി തരാൻ വേണ്ടിട്ട് എനിക്ക്. സുധാകരാ, ഒരു മിനിറ്റ്, അമ്മ കിടന്ന് വിളിക്കുന്നു. സുധാകരാ. എന്തുവാ അമ്മേ? സുധാകരാ, അമ്മ എന്തുവാന്ന്? പിന്നെ എടാ, അടുക്കള വശത്ത് നിൽക്കുന്ന തെങ്ങേ, അത് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുവാ. അത് മുറിപ്പിക്കണം. മൂപ്പര വിളിച്ചത് ഇന്ന് തന്നെ മുറിപ്പിക്കണം, അല്ലെങ്കിൽ അത് എൻ്റെ മുതുകത്ത് വന്ന് വീഴും. നിനക്കൊക്കെ അകത്തിരുന്നാൽ മതിയല്ലോ. ഞാനാണല്ലോ മുറ്റം തൂക്കണം, പോച്ച പറിക്കണം, എന്തെല്ലാം പണി. ഓണം ഇങ്ങ എത്താറായി. അപ്പം ഇതൊക്കെ ഞാനാണല്ലോ ചെയ്യുന്നത്. ആ തെങ്ങൊന്ന് മുറിപ്പിക്കാൻ ആ മൂപ്പരെ ഒന്ന് വിളിക്കേ. ഈ നട്ടുച്ചയ്ക്ക് മൂപ്പരെ വിളിച്ച് അങ്ങേരെ കാണാൻ വരാനാണോ? ആ തെങ്ങിനൊരു വളവ് ഞാൻ കണ്ടില്ലല്ലേ. എന്നാ നീ അത് പറിച്ച് എന്റെ മൊണ്ടയ്ക്ക് വെക്കടാ. അതല്ലേ, അതെങ്ങനെയാ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം അടയിരിക്കുമല്ലയോ പെരക്കകത്ത്, പിന്നെ അവൻ എന്നെ വേണ്ട. അമ്മേ, ഞാൻ വിളിപ്പിക്കാം. വിളിക്ക്, മുറിപ്പിക്ക്. അല്ലേ, എന്തോ ചേട്ടാ? അത് തെങ്ങ് മുറിക്കാനുണ്ടേ, 2 ദിവസം കൊണ്ട് അമ്മ പറയുന്നതാ. ഈ തെങ്ങ് ഞാൻ വെച്ചതാ. ആണോ? നീ നിന്റെ വീട്ടിൽ വല്ലതും വെച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങനെ ചെടിയൊന്നും വെച്ചിട്ടില്ല. മടിച്ചിയാണല്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഫുഡ് അടിയാണോ ഇഷ്ടമുള്ളത്? സുധാകരാ. അമ്മ വിളിക്കുന്നു, ഞാൻ അങ്ങോട്ടൊന്ന്. ശരി. എന്താ അമ്മ എന്ത് ഇവിടെ വന്നിരിക്കുന്നേ? എന്തുവാടാ, പല്ല് തേക്കുമ്പോഴെങ്കിലും ഒറ്റയ്ക്ക് നിന്ന് തേച്ചൂടായോ നിനക്ക്? നീ അവിടെ കൂടെ നിന്ന് പല്ലരച്ചില്ലേ വരയത്തില്ലേ പല്ല്? അല്ല പിന്നെ ഏത് കൊണ്ട സമയം ഒരു പെണ്ണുമ്പിള്ളയുടെ കൂടെ ഇങ്ങനെ അങ്ങ് നടക്കുക? നാണം ഉണ്ടോടാ നായേ? അമ്മയ്ക്ക് എന്താ അമ്മേ? അമ്മയ്ക്ക് കുന്താ. എന്താ അമ്മേ? ഇല്ല, അമ്മ ചുമ്മാതെ കുശലം പറഞ്ഞതാ. പല്ല് തേച്ചോ? എന്നാ എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് മുഷ്ടാനം വിഴുങ്ങ്. സാന്ദ്ര എന്ന് പറയുന്ന ആരാണ്ട് വിളിക്കുന്നു മോളെ. ഹലോ, അവളെന്താ ദൂരെ പോയി നിന്ന് സംസാരിക്കുന്നേ? എന്തോ കള്ളത്തരം ഉണ്ട്. മോന്തൊക്കെ അല്ലാതിരിക്കുന്നേ. ചേട്ടാ, അമ്മയ്ക്ക് എന്നെ എന്തോ ഭയങ്കര സംശയമോ? ഞാൻ ഡ്രസ്സൊക്കെ ഇടുന്നതിന് അവർക്കെന്തോ വേണം? ഞാൻ ഇന്നലെ ഒരു സ്ലീവ്ലെസ് ഉടുപ്പിട്ടില്ലേ? അവർ പറയാം അതൊന്നും ഇട്ടുകൊണ്ട് നിൽക്കണ്ട, നാട്ടിലുള്ള ആൾക്കാരൊക്കെ നോക്കുന്നു. ഇപ്പം നാട് കുറേ അപ്ഡേറ്റ് ആയി. ഇപ്പം എല്ലാവരും ഇതുപോലെ നൈറ്റി ഇട്ടുകൊണ്ടാണോ നിൽക്കുന്നത്? എനിക്ക് പറ്റുന്നില്ല. അവരൊരുമാതിരി നോട്ടവും, എപ്പോഴും ഒരുമാതിരി പോലീസുകാർ കള്ളന്മാരെ നോക്കുന്നതാണൊക്കെ എന്നെ നോക്കുന്നത്. എന്തോ നിങ്ങളുടെ അമ്മയ്ക്ക് വല്ല മാനസിക പ്രശ്നമുണ്ടോ? നാട്ടുംപുറമല്ലേ, കുറച്ചങ്ങ് ഒതുങ്ങുക. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്നതാണൊക്കെയല്ല, നാട്ടിൻപുറത്തുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് നിനക്കറിയത്തില്ല. അതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പറയുന്നതും പ്രവർത്തിക്കുന്നതും. മനസ്സിലായോ? മാറി താമസിക്കുമ്പോൾ നിനക്കിഷ്ടമുള്ള വേഷവിധാനങ്ങളൊക്കെ നടത്താം. പിന്നെ എൻ്റെ മോനൊക്കെയാ എന്നും പറഞ്ഞ് കെട്ട് കഴിഞ്ഞ് പെണ്ണും പിള്ളയായിട്ട് ഇങ്ങനെ അടയിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ അങ്ങോട്ട് ചൊറിഞ്ഞു വരുക. 10 മണിയായിട്ട് അവളൊന്നും എഴുന്നേറ്റ് പോലും വന്നില്ല. ഞാനങ്ങ് സഹിക്കുവാ. ഇന്നലെ രാവിലെ 12 മണിക്ക് എഴുന്നേറ്റ് വന്ന്. അപ്പോൾ അവിടെ ഒരു കൂട്ടുകാരി, എന്തുവാ സാന്ദ്രയെന്നും പറഞ്ഞ് ഒരുത്തി കിടന്ന് കുണുകുണാന്ന് വിളിച്ച് അവളുമായിട്ട് കുണുകുണാന്ന് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് അവൾ പല്ല് തേച്ച് കഴിക്കാൻ വന്നിരുന്നപ്പം വീണ്ടും ഈ സാന്ദ്ര
ഞാൻ ഫോൺ നോക്കും. നോക്കിയപ്പോൾ എവള് വിളിച്ച് അങ്ങ് അങ്ങ് പുളിയുടെ മൂട്ടി പോയി നിന്ന് കുണുകുണാന്ന് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇവൻ്റെ കൂടെ അങ്ങ് കയറും. നമ്മളൊക്കെ നമ്മുടെ പെമ്മക്കളെ ഇങ്ങനെയാണോ വളർത്തി പറഞ്ഞു വിട്ടേക്കുന്നത്? വളർത്തു ദോഷം അല്ലാതെ എന്തോ പറയുന്നത്. ഞാൻ അന്നേ പറഞ്ഞ് ഇത്തരത്തിലുള്ള ആൾക്കാരെയൊന്നും വേണ്ട, നീ കുടുംബം നശിച്ചില്ലയോ? എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ മോളെ, എനിക്ക് തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ സാന്ദ്രയെന്ന് പറഞ്ഞ അവള് വിളിക്കാൻ തുടങ്ങി. അത് അമ്മ പിടിച്ചോളാം. നോക്കട്ടെ. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നല്ലേ മോനെ? ഇല്ല. അതങ്ങ് കള മോനെ. നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നെന്നൊക്കെ അമ്മയ്ക്ക് മനസ്സിലായി. വെറുതെ എന്തിനാ ഞങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് പെണ്ണ് കാണൽ ചടങ്ങും നിശ്ചയവും അതും ഇതുമൊക്കെ നടത്തിയത്? നിനക്ക് ഇഷ്ടം ഇതാന്ന് പറഞ്ഞങ്ങ് നടത്തിച്ചൂടായിരുന്നോ? അമ്മയ്ക്ക് എന്താ അമ്മേ? പിന്നെ അങ്ങനെ ആവാഞ്ഞിട്ടാന്നോ നിന്നെപ്പോലൊരു കാണാൻ കൊള്ളാത്തവനെ ഇത്രയും വലിയ സുന്ദരി വന്നു കല്യാണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നത്? ഇവിടുത്തെ നാട്ടുകാർ മൊത്തം ഇതൊക്കെയാണ് പറയുന്നത്. കാര്യം മോനും ഞാനും ഒക്കെ ഒരേ നിറവും ഒരേ സൗന്ദര്യവും ഒക്കെ ഉള്ളൂ. പക്ഷെ അവൾ ഇതിലും 4 ഇരട്ടി സുന്ദരി. അപ്പോൾ പിന്നെ ആർക്കായാലും അതൊരു സംശയം തോന്നും. അത് മാത്രമല്ല, അവിടെ തുണി ഉടുക്കൽ ശരിയല്ല, അവിടെ നടപ്പ് ശരിയല്ല. ഇപ്പം തന്നെ അതൊരു ഫോണും എടുത്ത് അങ്ങ് ദൂരെ മാറിയും സംസാരിക്കുന്നു. ഇവിടെ എവിടെയൊന്നും സംസാരിക്കേണ്ട കാര്യമല്ല ഉള്ളായിരുന്നു. അവളെന്തിനും ഇത്രയും ദൂരെ മാറിയും സംസാരിച്ചത്? പഴയ കാലമല്ല. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം. അവളവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കുന്നേ. ഒന്ന് മനസ്സ് വിചാരിക്കുക, അമ്മയുടെ കാലത്തെ പോലെ അല്ല, ഇത് പുതിയ കാലമാണ്. അതാ എനിക്ക് പറയാനുള്ളത്. പണ്ടത്തെ കാലമല്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കേ ഇരിക്കുമ്പോൾ ആ ബന്ധമൊഴിയലും അവിഹിതം ഉണ്ടാക്കലും. നീ സൂക്ഷിച്ചോ, നിനക്കേ അവള് പോയാൽ വേർത്തിയെ കിട്ടത്തില്ല. അവക്ക് കിട്ടും 100 കണക്കിന്. കാരണം അവളെ കാണാൻ കൊള്ളാം. നടങ്ങ്, അവൾ അങ്ങനൊന്നും ചെയ്യത്തില്ല. അവളൊരു പാവമാ. ഞാനൊന്നും പറയുന്നില്ലേ, ഞാൻ പോവാണേ. മോനെ, നീ വാസു അമ്മാവന്റെ വീട്ടിൽ വരെ ഒന്ന് പോകണം. എന്താ പറ്റി ഇപ്പൊ പെട്ടെന്ന്? വാസു അമ്മാവൻ ഗൾഫിൽ പോയില്ലേ? അപ്പൊ അവിടെ ഉള്ളവർക്കൊക്കെ ഒരു തുണയ്ക്കും ആരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം ഒന്ന് പോയി നിൽക്കും. അതിന് അമ്മാവൻ എന്നേ ഗൾഫിൽ പോയി കിടക്കുക. അതാണ്. പക്ഷേ യശോദ എന്നെ വിളിച്ച്, അവള് ഭയങ്കര സങ്കടം പറയുന്നു. ആരും കാണാനും കേൾക്കാനും ഇല്ലെന്നും പറഞ്ഞ്. അപ്പം മോനെ കുറച്ച് നാൾ അവരുടെ കൂടെ അവരുടെ വീട്ടിലൊക്കെ ഒന്ന് പോയി നിൽക്കി. അപ്പം അവൾക്കൊരു സന്തോഷമാവുമല്ലോ, അതുകൊണ്ടാണ്. ഇപ്പം ഈ കല്യാണം കൊണ്ട് കഴിഞ്ഞ പുറവിന് ഞാൻ മാറിയിരിക്കാന്ന് പറഞ്ഞാ അപ്പം നിനക്ക് ഞാനല്ലല്ലേ വലുത്? നിനക്ക് നിന്റെ ഭാര്യയും നിന്റെ ഭാര്യയുടെ വീട്ടുകാരും അല്ലേ? എന്താന്ന് വെച്ചാ ആയിക്കോ. ഇത് എത്ര ഷർട്ട് എടുത്ത് വെച്ച്, അപ്പം ഇപ്പോഴൊന്നും തിരിച്ചു വരുന്നില്ലെന്ന് സാരം. കോഴിക്കോട് വരെ പോണ്ടേടി. എങ്ങനായാലും 2 ദിവസം യാത്ര. പിന്നെ ചെന്ന സ്ഥിതിക്ക് ഒരാഴ്ചയിലും നിൽക്കണ്ടേ? അമ്മ പറഞ്ഞ സ്ഥിതിക്ക് പോയില്ലേ പിന്നെ മോശമല്ലേടി? അമ്മ പറയത്തില്ലേ നിന്നെ കിട്ടിയത് കൊണ്ട് ഞാൻ നീ പറയുന്ന ചൊൽപ്പടിക്ക് നിൽക്കുകയെന്ന്? എൻ്റെ അമ്മ അച്ഛനില്ലാതെ എന്നെ ഒറ്റയ്ക്ക് വളർത്തിയതാടി. ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ. എന്തായാലും ഞാനും എങ്ങോട്ടെങ്കിലും പോകാൻ പോവാ. എനിക്ക് വയ്യോടെ. നീ എങ്ങും പോവരുത്. അമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ പൊന്നെ. പിന്നെ അമ്മ ഒറ്റയ്ക്കാണെന്ന് അറിയാലോ. അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. നീ എങ്ങും പോവണ്ട. എൻ്റെ അമ്മയ്ക്ക് വേറെ ആരുമില്ല കൂട്ട്. ശരി മോനെ, പോയേച്ചു വാ. ശരി അമ്മ, ഞാൻ പോണ്. ശരിയടി, ഞാൻ പോയിട്ട് വരാം. ശരിയെങ്കിൽ അമ്മായിയോട് തിരക്കിന്ന് പറഞ്ഞേരേ. മോളെ, അവനെ ഞാൻ പറഞ്ഞു വിട്ട്. ഇനി എവിടെ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി എടുക്കണം. ശരി മോളെ.
ഹലോ. എന്താ പറ്റിയടി? ആരുമില്ലെന്നാ ആ മെസ്സേജ്? ചേട്ടൻ കോഴിക്കോട് വരെ പോയി. എന്തിനി? അവരുടെ മാമന്റെ വീട്ടിൽ പോയി. എടി ഞാൻ നിന്നെ വിളിച്ചായിരുന്നല്ലോ, നിന്റെ അമ്മായിയമ്മ എന്തൊന്ന് ഫോൺ എടുത്തത്? അമ്മ എന്റെ കൂട്ടുകാരി എങ്ങനെ ഫോൺ വിളിച്ചപ്പോ കോൾ എടുത്തായിരുന്നോ? ഞാൻ എടുത്തൊന്നുമില്ല. ഞാൻ എന്തിനാ എടുക്കുന്നത് നിന്റെ ഫോണ്? ആ അമ്മ എപ്പോഴും എടുത്തു മിണ്ടാതിരിക്കുന്നു എന്നൊക്കെ അവള് പറഞ്ഞു. ഇവിടെ വീട്ടില് പിന്നെ വേറെ ആരുമില്ല. ചേട്ടനാണെ എൻ്റെ ഫോൺ അങ്ങനെ എടുക്കത്തൊന്നുമില്ല. ഹലോ എന്നൊരു സൗണ്ട് മാത്രം കേട്ട് പിന്നെ മിണ്ടാതിരുന്നേന്നാണ് അവള് പറഞ്ഞത്. അത് ആരാണ്ടെന്ന് വിളിച്ചപ്പോ മോളില്ലാത്തോണ്ടൊന്നും എടുത്തായിരുന്നു. എവിടെ പോവാ? ഞാൻ ഒരു സ്ഥലം വരെ പോവാ. ഹലോ, അവൾ ഇറങ്ങിയടി. അവള് എൻ്റെ മോനില്ലാത്ത നേരം നോക്കി അവൾ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ ഒരുത്തി വിളിക്കുമെന്ന്. അവിടെ നമ്പരില് കോള് വന്ന് അവനായിരിക്കും, അവിടെ മറ്റവനായിരിക്കും. ആ നമ്പര് സാന്ദ്രേന്ന് അടിച്ചു വെച്ചേക്കുന്നതാ. അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പൊ എന്തേ ബാഗും തൂക്കി പോയിട്ടുണ്ട്. എങ്ങോട്ടാണെന്നും എനിക്കറിയത്തില്ല. ഞാൻ പുറകെ പോന്നേം തോയിനാ. ഞാനെങ്ങനെ കണ്ടുപിടിക്കാൻ ഇതൊക്കെ? അല്ലേ തന്നെ ഞാൻ പുറകെ ചെന്ന് കഴിഞ്ഞാൽ ഇവള് കാണത്തില്ലയോ? അച്ഛൻ്റെ അവീതം പിടിക്കാൻ വേണ്ടി മേടിച്ച പറഞ്ഞ ഇരിപ്പുണ്ട്. ശരി മോളെ, ശരിയടി. അവൾ എന്റെ മോനെ പറ്റിക്കാനായിട്ട് പോയേക്കുന്നു. കൂട്ടുകാരിയെ കാണാൻ പോന്നു. കൂട്ടുകാരിയുടെ വീട്ടിലാണോ എവിടാണോ മോനെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. ചേട്ട എവിടെ ഇരിക്കുന്ന? ഇവിടെ ഉണ്ടോ? സ്വന്തം അമ്മയെ പേടിച്ച് വല്ല വയലിലും പാടത്തും പോയിരുന്ന് സംസാരിക്കേണ്ട അവസ്ഥയായി. അത് പിന്നെ അമ്മയെ പേടിച്ചല്ലല്ലോ, അമ്മയ്ക്ക് കുറച്ച് പൊസസീവ്നെസ് ഉണ്ട്. അപ്പം നമ്മൾ രണ്ടുകൂടി ഒന്നിച്ചിരിക്കുമ്പോഴേക്കും അമ്മയ്ക്കൊരു സങ്കടം. ഭർത്താവില്ലാത്തതിൻ്റെയൊക്കെ ഒരു ഒറ്റയ്ക്ക് എന്നെ വളർത്തിയതല്ലേ. എനിക്ക് മടുത്ത്. ആ തള്ളയ്ക്ക് എന്നെ ഭയങ്കര സംശയമാണ്. എൻ്റെ കൂട്ടുകാരി സാന്ദ്ര ഫോൺ വിളിച്ചപ്പോൾ ഇവർ ഫോൺ എടുത്തിട്ട് മിണ്ടാതിരിക്കുന്നു. ആരമ്മ ഫോൺ എടുത്തു? അല്ല, നിങ്ങളുടെ അച്ഛൻ ഫോൺ എടുത്ത്. എടി പ്രായം ചെന്നവരല്ലേ, അങ്ങ് ക്ഷമിക്ക്. ഈ സെന്റിമെന്റ്സും പറഞ്ഞു നിന്നോ. അയ്യോ അമ്മ. അയ്യോ മോനെ, അമ്മ അറിഞ്ഞില്ലടാ. അറിയത്തില്ല, കാരണം എൻ്റെ അവിഹിതം പിടിക്കാൻ നടക്കുമല്ലായിരുന്നു നിങ്ങള്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ നിങ്ങളുടെ അമ്മച്ചിക്ക് എന്നെ ഭയങ്കര സംശയമാണെന്ന്. സംശയരോഗി തള്ള. ഇപ്പൊ മോന്റെ തലമണ്ട അടിച്ച് പൊളിച്ചേക്കുന്നു. ഇവള് പറയുന്ന വിശ്വസിച്ച് നീ അവിടെ കൂടെ കഴിഞ്ഞോടാ. നിനക്ക് അവള് വേണോ ഞാൻ വേണോ? ഇപ്പൊ തീരുമാനിച്ചോ? നീ ഇപ്പൊ തീരുമാനിച്ചോ? അവരുടെ കൂടെ പോന്നോ അതോ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വരുന്നോ? അയ്യോ എനിക്ക് എൻ്റെ അമ്മ മതി. എടേ നീ എന്തോ ഈ പറയുന്നത്? അമ്മ അങ്ങനൊന്നും വിചാരിച്ച് ചെയ്തതായിരിക്കത്തില്ല. അമ്മയ്ക്ക് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടായിരിക്കും. എത്ര വന്നാലും പഠിക്കത്തില്ല. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ കൂടെ പോ. പാൽക്കുപ്പി മോറ. ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. ഇനി എൻ്റെ കൺമുന്നിൽ കണ്ടുപോരുത്. സംശയരോഗി തള്ളയും സംശയരോഗി മോനും. ഇവതും മടുത്തു. എനിക്ക് പോയിട്ട് വരെ പണിയുണ്ടാ. എൻ്റെ അമ്മൂമ്മയുടെ തേങ്ങക്കൊല. മോൻ ബാ. മോനമ്മ പാലട ഉണ്ടാക്കി തരാം.